ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് ഈ അലക്കുകല്ല് എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മുഴുവനായിട്ട് വർക്ക് കഴിഞ്ഞ അലക്കുകല്ലാണ്, ഫിനിഷിങ് മൊത്തം കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. തലേ ദിവസം കെട്ടിയിട്ട് ഉണങ്ങിയിരിക്കുന്ന അലക്കുകല്ലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കെട്ട് വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഇത് തേച്ച് ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കെട്ടിയിട്ട കട്ടയിൽ സിമെൻറ്റ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രൗട്ടാക്കി ഒഴിക്കുക. അതിനുശേഷം ലൈറ്റ് നനവിൽ, അതായത് ഒരുപാട് നനയ്ക്കരുത്, നനവ് കുറഞ്ഞ കലവ ഉപയോഗിച്ച് കോരി അടിക്കുക. എന്തിനാണ് നനവ് കുറഞ്ഞ കലവ വെച്ച് തേക്കുന്നതെന്നറിയോ? നനവ് കൂടിയ കലവ തേക്കുമ്പോൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അതിനുശേഷം നമ്മൾ ഒഴിക്കുന്ന സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് സെറ്റാവാൻ സമയമെടുക്കും, ഫിനിഷിങ്ങും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നനവുള്ള കലവ വെച്ച് വേണം തേക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം സിമെൻറ്റ് വെച്ച് ഇത് ഫിനിഷ് ചെയ്യേണ്ടതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കലവ കൂട്ടുമ്പോൾ ആവശ്യത്തിന് സിമെൻ്റ് ഇടണം. കാരണം എപ്പോഴും വെള്ളം നനയുന്ന സ്ഥലമാണ് അലക്കുകല്ല്. 5 ചട്ടി മണൽ 1 ചട്ടി സിമെൻറ്റ്, 4 ചട്ടിയിൽ 1 ചട്ടി സിമെൻറ്റ്, ഇങ്ങനെ 2 തരത്തിലും ഇത് തേക്കാവുന്നതാണ്. ഓർക്കുക, തലേ ദിവസം കെട്ടിയിട്ട കല്ലിൽ പിറ്റേ ദിവസം ഗ്രൗട്ട്, കട്ടിക്കുള്ള ഗ്രൗട്ട് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ തേക്കാൻ. ഈ അലക്കുകല്ലിൻ്റെ പ്രത്യേകത, ഇതിൽ അലക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം, തുണി വയ്ക്കാനും ഒരു ഭാഗം കണ്ടെത്തുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ അലക്കുകല്ല് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ബലവുമാണ് പ്രാധാന്യം കൂടിയത്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇടുന്ന സിമെൻറ്റ്, മണൽ, ഇതൊക്കെ കൃത്യമായ കണക്ക് വേണം. അതുപോലെ തന്നെ അതിൻ്റെ കണയും തൂക്കും ഒക്കെ കൃത്യമാകുകയാണെങ്കിൽ ആ വർക്ക് എന്നേക്കും ഡബിൾ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അലക്കുകല്ല് പണിയുമ്പോൾ ശരിക്കും നല്ല സാമ്പത്തികമായി നല്ല ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ കട്ടയ്ക്ക്, സിമെൻറ്റ്, അതിൻ്റെ വർക്കിന്, ലേബേഴ്സിന് കൊടുക്കുന്ന കൂലി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് തന്നെ ഇങ്ങനത്തെ ഒരു അലക്കുകല്ല് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഈ വർക്ക് തലേ ദിവസം ഞാൻ കെട്ടിയിട്ടോ പിറ്റേ ദിവസം ഞാൻ ഈ വർക്ക് തേച്ച് ഫിനിഷിങ് ചെയ്യുകയാണ്. തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൂക്ക് നോക്കേണ്ട കാര്യമാണ്. തൂക്ക് ഞാൻ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് തൂക്കി നോക്കി അതിനുശേഷം കണ തിരിച്ചാണ് തേക്കുന്നത്. തൂക്ക് നോക്കി കണ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ധൃതി കൂട്ടാൻ പാടില്ല. സ്പീഡ് കുറച്ച് ആ സമയത്ത് നമ്മൾ കറക്റ്റായ രീതിയിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം, തൂക്കും കണയും കറക്റ്റായി കിട്ടും. തൂക്കും കണയും കറക്റ്റാകുമ്പോൾ നമ്മൾ വർക്ക് ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ ആളുകൾ വന്ന് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി തോന്നിക്കും. നേരെ മറിച്ച് തൂക്കും കണയും നഷ്ടപ്പെടുമ്പോൾ വർക്കിൻ്റെ ക്ലാരിറ്റി കുറയുന്നു. തൂക്ക് നോക്കി കണ തിരിച്ചതിന് ശേഷം തേപ്പ് വല ഉപയോഗിച്ച് ഞാനത് തേക്കുകയാണ്. തേപ്പ് വല ഉപയോഗിച്ച് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഴിച്ച് തേക്കാൻ പാടില്ല. നമ്മൾ ആ തേപ്പ് വല കറക്റ്റായ രീതിയിലിടുമ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കുണ്ടും കുഴിയും ഉണ്ടാവില്ല. കുണ്ടും കുഴിയുള്ള തേപ്പ് വല കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചതിൽ ഉണ്ടാകുന്നതാണ്.
ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന കട്ട, സിമെൻറ്റ്, മണൽ ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതാവണം. അതിനുശേഷം നമ്മൾ ക്വാളിറ്റിയുള്ള പണിക്കാരനെയും ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ വർക്കുകളും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. സിമെൻറ്റ് കുറവായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അലക്കുമ്പോൾ ഈ കല്ലുകൾ ഇളകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റൽ ഇളകി വരും, മണൽ ഇളകി വരും. സിമെൻ്റാണ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായ അളവിൽ സിമെൻറ്റ് ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ ഉപയോഗിക്കുന്ന ബിൽഡിങ്, കെട്ടിടം, പാലങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് ഓരോന്നും അതിൽ കൃത്യമായ രീതിയിൽ സിമെൻറ്റ് ഉപയോഗിക്കുക. സിമെൻറ്റ് മെറ്റീരിയൽ എല്ലാം, കമ്പി, ഇതൊക്കെ കറക്റ്റായ രീതിയിൽ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു ഏകദേശം അതിൻ്റെ ഒരു കാലയളവ് വരെ നിലനിൽക്കും. ഇതിലൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ കുറവായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കാതെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ്. ഇതിലാണ് ഈ ഭാഗത്ത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്താണ് അലക്കല്ലിൻ്റെ കീഴ്ത്തട്ട് എന്ന് പറയും. ഈ കീഴ്ത്തട്ടിലാണ് തുണികൾ വയ്ക്കുന്നത്. ഈ അലക്കുകല്ലിൻ്റെ പ്രത്യേകത, ഈ അലക്കുകല്ല് 2 തട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. മോൾ തട്ടിൽ അലക്കാനുള്ളതും കീഴ്ത്തട്ടിൽ തുണികൾ വയ്ക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് സോപ്പ് വയ്ക്കാനുള്ള സ്ഥലമാണ്. 4 പുറം തേച്ച് ഫിനിഷ് ചെയ്ത് ചാന്ത് വയ്ക്കണം. ചെറിയൊരു സ്ലോപ്പും കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി, സോപ്പ് എന്നീ വസ്തുക്കൾ വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമായി ഇത് ഉപയോഗിക്കുന്നു.
തേച്ച് കൂട്ടുന്ന എഡ്ജ് ഭാഗം ഷാർപ്പാക്കി വെക്കാൻ പാടില്ല. ഷാർപ്പാക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും കൈകാലുകൾക്ക് ക്ഷതമേൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉരുട്ടണം. എഡ്ജ് ഭാഗങ്ങൾ നല്ല വൃത്തിയിൽ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബലം ഉണ്ടാവുന്നതാണ്. തുണികൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഈ മുകൾ ഭാഗം വളരെ റഫായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. മണൽ അരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അരിപ്പ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മണലിടുക. മണലരിച്ച് കിട്ടുന്ന വേസ്റ്റിൽ നിന്നും കച്ചറകൾ വേർതിരിച്ച് കളയുക. അതിനുശേഷം ഉരുളനായ ചെറിയ ചെറിയ കല്ലുകൾ ശേഖരിക്കുക. ശേഖരിച്ച് കിട്ടിയ ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ കൃത്യമായ അളവിൽ അത് ഒരു ചട്ടിയിലേക്ക് കണക്കിന് ഇടുക. ഇട്ടതിന് ശേഷം സിമെന്റും ഒരു അളവിന് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിൽ വേണ്ട രീതിയിൽ വെള്ളം ചേർക്കുക. മിക്സ് ചെയ്തെടുത്ത കോൺക്രീറ്റ് കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ഇടേണ്ട ഭാഗം കോല് കൊണ്ട് അളവെടുത്തതിന് ശേഷം മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കലവെടുക്കുക. കലവെടുത്തതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് ചെറിയ രീതിയിൽ വെള്ളമൊഴിച്ച് സിമെൻറ്റ് പൊടി ഇട്ടതിന് ശേഷമാണ് അതിൽ കോൺക്രീറ്റ് സെറ്റ് ചെയ്യേണ്ടത്.
കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം തേപ്പ് പലക ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ അതിന് വേരിയേഷൻ സംഭവിക്കാതെ അത് ഫിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തിരുമ്പുന്ന തുണികൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ തന്നെ. ഇതുകൊണ്ടൊന്നും വർക്ക് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് ശേഷം സിമെന്റ് കട്ടിയായ രീതിയിൽ ചാന്താക്കി എടുക്കുക. ആ ചാന്ത് കോൺക്രീറ്റ് ചെയ്ത ആ ഭാഗത്ത് കൂടി തേച്ച് പിടിപ്പിക്കുക. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് കട്ടിയുള്ള ചാന്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ചാന്തിൽ വെള്ളം കൂടുതൽ ഒഴിച്ച് ലൂസാക്കി എല്ലാ ഭാഗത്തേക്കും കൂടി ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ചട്ടകം കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. കട്ടി കൂടിയ ഗ്രൗട്ട് ഒഴിച്ച് ചട്ടുകം തേച്ച് മിനുക്കിയതിന് ശേഷം സിമെന്റ് നന്നായി അരിച്ചെടുത്ത്, സിമെന്റ് കട്ടയുണ്ടാവാൻ പാടില്ല. കട്ടയുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ഉണ്ടാവും. അതുകൊണ്ട് നല്ല അരിച്ചെടുത്ത സിമെന്റ് ഇതുപോലെ എറിഞ്ഞ് പിടിപ്പിച്ച് പെട്ടെന്ന് വെള്ളം കുറപ്പിക്കാൻ അത് ഉപകാരപ്പെടുന്നു. ഇങ്ങനെ സിമെന്റ് പൊടി എറിയുന്നതിന് കാരണം വെള്ളം മെലിപ്പിക്കാൻ വേണ്ടിയാണ്. വെള്ളം മെലിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും. ഇനി വർക്കിൻ്റെ ഫിനിഷിംഗ് ഘട്ടമാണ്. വലിപ്പിച്ചെടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിനിഷിംഗ് ഘട്ടം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വർക്കിന് വേണ്ടി നമ്മൾ ഓരോ ടൂൾസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങളെയും പേരുകൾ ഓരോ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ സ്ഥലത്തേക്കും ഓരോ ഭാഷാരീതികളായിരിക്കും. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.